എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം അല്ല. നമുക്ക് വേണമെങ്കിൽ ഒന്നല്ലെന്ന് വേണമെങ്കിൽ 2 സ്പേഡാണ് സ്ഥലം ഇവിടെ തന്നെ ഉണ്ട്. രണ്ടാക്കണ എന്തിനാ സാറേ? നിങ്ങൾക്ക് 2, 4, 6 എത്ര എണ്ണം വേണമെങ്കിലും പണിയാനുള്ള സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. എനിക്കിവിടെ അറിയില്ലാത്ത സ്ഥലങ്ങൾ വല്ലതും ഉണ്ടോ? ഞാൻ ഈ നാട്ടുകാരനല്ലേ സാറേ. സാറിന്റെ പേര് വിനോദ് എന്നാണെന്ന് മനസ്സിലായി. സാറിന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ജെറി. നിങ്ങൾ ഈ നാട്ടിൽ ആദ്യമായിട്ടാ? നമുക്ക് ഇവിടെ എവിടെ പോകേണ്ടത്? നമുക്ക് പോകേണ്ട സ്ഥലത്ത് ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ചെയ്യണേ. റൈറ്റ് എടുക്കണം. അതിൽ പോയാൽ മതി. അവിടെ ആഹാ, നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലം അല്ലേ? അതെ, അമേസിങ്. ഇതൊക്കെ എന്ത് ബ്യൂട്ടി സാറേ. ബ്യൂട്ടി ഒക്കെ ഇനി കാണാൻ കിടക്കണല്ലേ ഉള്ളൂ. ജെറിയേ എന്തോന്നിട്ടാണല്ലോ. അതെ അതെ, ഒന്നുമില്ല ഞങ്ങൾ വെറുതെ ഇങ്ങനെ പീറ്ററേട്ടൻ പറഞ്ഞല്ലോ വീട് കുറച്ചുകൂടി അകത്തോട്ട് കയറിയിരിക്കണ പോലെ, ഉള്ളിലോട്ടേ. അല്ല, നമുക്ക് പബ്ലിസിറ്റി കിട്ടണ്ടേ? ഒതുങ്ങിയിരിക്കണ പോലെ ആൾക്കാർ കാണണ്ടേ? സാറേ, നിങ്ങൾ ഈ സ്ഥലം വാങ്ങിയ എന്തായാലും 4 സൈഡും മതിൽ കെട്ടി പൊക്കില്ലേ? അല്ല, അത് തന്നെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡും. ഏത്? അതെ. പിന്നെ പബ്ലിസിറ്റിയുടെ കാര്യം. നമ്മള് ഈ പ്രസ്ഥാനമൊക്കെ തുടങ്ങി ഇത് മസാജിങ് നല്ലതാണെന്ന് അറിഞ്ഞാൽ ആളുകൾ ചോദിച്ചും പിടിച്ചും അന്വേഷിച്ചും ഇവിടെ എത്തും. താഴത്തിൽ നെല്ലുണ്ടെന്ന് അറിഞ്ഞാ എലി വയനാട്ടിൽ നിന്നും വരും സാറേ. അതെ അതെ, ശരിയാണ് ശരിയാണ്. നമുക്ക് പോവാം. അല്ലല്ല, നമ്മളെ ഈ കണ്ട സ്ഥലങ്ങളൊക്കെ എഴുതണേ. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ എഴുതാൻ വേണ്ടി എടുത്താ. ഒരു പച്ചപ്പേൻ അടിച്ച ഫാനിന്റെ ഒരു ശബ്ദം. ഈശ്വര, സ്ഥലം ഇഷ്ടപ്പെടണേ. 100 കൂട്ടം കാര്യങ്ങളുള്ളതാണ്. കർത്താവേ, ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. പിടി 5 വിട്ടോ നിക്കണ. സാറേ, ഇത് 1 ഏക്കറോളം സ്ഥലമുണ്ട് മൊത്തത്തിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നിങ്ങൾ 1 ഏക്കർ സ്ഥലം അങ്ങ് എടുക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസോർട്ടും കൂടി അങ്ങ് പണിതെടുത്താൽ ഉഗ്രനായി. 1 ഏക്കറോ? ഇത് കണ്ടിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നിയിരുന്നു 1 ഏക്കർ ഉണ്ടോ സ്ഥലം? 1 ഏക്കറുണ്ട്. അതെന്താണെന്നറിയോ? നമ്മളാ തിരിഞ്ഞിങ്ങ് കയറി വന്നില്ലേ, അപ്പൊ ആ റൈറ്റ് സൈഡിലെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം അതും കൂടി വരുമ്പോ 1 ഏക്കറാവും. ഏതാ ഉള്ളിലോട്ട് കയറി എടുക്കുന്ന സ്ഥലം? അത് ഉൾപ്പെടെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. വേണ്ടേ? ഇറങ്ങുമ്പോ ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അതെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സമയം. അതെ അതെ, നമുക്ക് വേഗം അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. വേഗം ആയിക്കോട്ടെ. എന്താ ചിഞ്ചു? നീ ഇതെവിടെയായിരുന്നു ഇതുവരെ? കണ്ടില്ലല്ലോ. എന്ത് പറ്റി? അതാ പുറകിലെ വാതില് കംപ്ലൈന്റ് അടയുന്നില്ലെന്നേ. അപ്പൊ അതൊന്ന് നോക്കിക്കാനാ ഇന്ന് വരാന്നാ പറഞ്ഞേക്കുന്നേ. നോക്കിയിരുന്നാ മതി. ഷാജിയല്ലേ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് വട്ട് കളിപ്പിക്കാറ്. അവനെ കഴിഞ്ഞിട്ടാ ഈ നാട്ടിൽ ആളുള്ളൂ. ഷാജിയെ എന്നിട്ട് അവിടെ എന്നാ പറഞ്ഞു? വന്നത് തന്നെ. നീ ഒരു കാര്യം ചെയ്യും, നാളെ അവൻ വന്നില്ലെങ്കിൽ എന്നോട് പറ. ഞാൻ ആ ശശിനെ പറഞ്ഞു വിടാം. അവനാണെങ്കിൽ വന്നത് വൃത്തിയായിട്ട് ചെയ്തു. ഷാജിയൊക്കെ നോക്കിയിരുന്ന
അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. ആ തേക്കേപ്പുറത്ത് നമ്മുടെ തങ്കമ്മ ചേച്ചിയുടെ കൂലിമുറി പണിതിട്ട് അകത്തുനിന്ന് ലോക്ക് വെക്കാതെ പുറത്തുനിന്ന് ലോക്ക് വെച്ചിട്ട് പോയവരാണ്. ഇതൊക്കെയാണ് അവന്റെ ചേച്ചി. നിനക്ക് വേറെ പണിയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ശശി നല്ല ഫിനിഷിങ് വർക്കാം. ഞാൻ എവിടെ എന്ത് പണിയുണ്ടെങ്കിലും അവനെ പറഞ്ഞു വിടും. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ഞാൻ അവനെ കൂട്ടി ഇങ്ങോട്ട് വരാം. അത് മതി. അയ്യോ സോറി, ഇത് നമ്മുടെ ചിഞ്ചുവിന്റെ അനിയനാ. എന്താ പേര്? ചന്തു. എന്താ ചെയ്യണം? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വരുന്നു. ഓ നല്ലേ. മെടുക്കനാ, കയ്യിലേ എയർ ഗണ്ണൊക്കെ ഉണ്ട്. സാറേ ഒരു മിനിറ്റ് കേട്ടോ. ചിഞ്ചു ഒന്ന് വന്നേ. ചന്തു വാ. വന്നേ ഇങ്ങോട്ട് വന്നേ. അതെ, നിങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കാനാണോ ഞാൻ അവരെ കൊണ്ട് വന്നത്? കാര്യത്തിലേക്ക് കിടക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതല്ലെങ്കിൽ വേറൊരു സ്ഥലം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ല. നമ്മുടെ അല്ല, നിങ്ങളുടെ. മനസ്സിലായോ? അവരുടെ ബോസിന് അവരെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ എന്തായാലും ഈ സ്ഥലം എടുക്കും. ഭയങ്കര സെലക്ഷനാണ് അവർക്ക്. വന്നു കയറിയ മഹാലക്ഷ്മിയെ പുറങ്കാലും മടക്കി അടിക്കരുത്. മനസ്സിലായോ പറഞ്ഞത്? വാ. കർത്താവേ, ഇനി എന്തെങ്കിലും ഒരു കമ്മീഷൻ കിട്ടണം. എന്താണ് പീറ്റേട്ടാ ഒരു രഹസ്യം പറിച്ചത്? അത് ഞാൻ അവരൊന്ന് പറഞ്ഞു ഒതുക്കിയതല്ലേ. അല്ല, ഇവിടെ ഇവര് മാത്രമേ ഉള്ളൂ, മുതിർന്നവരാരും? അതെ ഞാൻ ആലോചിച്ചു. ഇവിടെ ഇവര് മാത്രമേ ഉള്ളൂ, വേറെ ആരും? ആ എന്നാ അവര് വിളിക്ക് പീറ്റേട്ടാ, അവര് വിളിക്ക്. അവരിപ്പോ ഇവിടെ ഇല്ല. അവര് മാമന്റെ വീട്ടിൽ പോയിക്കോ, നാളെ വരുള്ളൂ. അവരിവിടെ ഇല്ലെന്ന്. അവരിവിടെ ഇല്ലെങ്കിൽ എന്താ, ചിഞ്ചുവിന്റെ പേരിലല്ലേ സ്ഥലം ഇരിക്കുന്നത്. അപ്പൊ പിന്നെ ചിഞ്ചു പോരെ, നമുക്ക് ആ വിലയുടെ കാര്യത്തിലേക്ക് എടുക്കാം. എന്തോ വിലയുടെ കാര്യമൊക്കെ നോക്കട്ടെ, നമുക്കാദ്യം വീടൊക്കെ ഒന്ന് കാണാം. അതെ വീടൊന്ന് വേണം. ഓ പിന്നെന്താ, വീടൊക്കെ നല്ല എ ക്ലാസ് വീടല്ലേ. ഇവിടെ ഈ 2 റൂം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, പക്ഷെ 2 റൂം നല്ല വീതിയുള്ളതാ. എന്തായാലും ഞങ്ങളിത് മേടിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് പണി, പിന്നെ അത് കൂടാതെ എക്സ്ട്രാ എടുക്കുകയും ചെയ്യും. എന്നാ സാറേ? സത്യം പറഞ്ഞാൽ വിൽക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ ഇവന് പുറത്തു പോകണം, അതിന് തന്നെ 15 ലക്ഷം രൂപയാവും. പിന്നെ എനിക്ക് ജോലിക്ക് അതാണ് എളുപ്പം, എറണാകുളത്തേക്ക് താമസം മാറാന്നാ വിചാരിക്കണേ. പിന്നെ ഞങ്ങള് ചോദിക്കുന്ന വിലയും നിങ്ങൾ തരാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടുകൂടിയാ. അതുകൊണ്ടാ വിൽക്കാൻ തീരുമാനിച്ചേ. ഓ അപ്പൊ നിങ്ങൾ നല്ല അത്യാവശ്യക്കാരാണല്ലോ. അതെ. അല്ല, ഇവിടെ ഭയങ്കര കള്ളന്റെ ശല്യാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടല്ലോ. ഏയ്, അത് ഒരു തവണ എങ്ങാണ്ട് അവരുടെ ചേട്ടന്റെ വീട്ടിലെങ്ങാണ്ട് കയറിയതാ. അതിനുശേഷം അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല സാറേ. എന്നിട്ടൊന്നും മോഷണം പോയില്ലേ? മോഷണം പോയേനെ. ചേട്ടത്തിയുടെ കുറച്ച് സ്വർണം പിടിക്കുന്നതായപ്പോ ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. ചേട്ടന്റെ വീട് പണി നടക്കും, അപ്പൊ അവിടെ അടച്ചുറപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് കള്ളന്മാർക്ക് എളുപ്പമാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ സ്വർണം സൂക്ഷിക്കുന്നത് എന്റെ റൂമിലാണ്. ഇവിടെ ആകുമ്പോ പിന്നെ സേഫ് ആണല്ലോ, പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും ആ കള്ളന്മാരെ പിടിക്കാതിരുന്നത് വളരെ മോശമായി. ഞാൻ കണ്ടു, അവര് 3 പേരുണ്ടായി. അതിലൊരാളെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു, കറുത്തിട്ടായിരുന്നു, താടിയൊക്കെ ഉണ്ടായിരുന്നു. മുഖം വ്യക്തമായില്ല, കാരണം ഇരുട്ടായിരുന്നല്ലോ. ഇരുട്ടത്തിപ്പോ എല്ലാവരും കറുത്തിട്ടായിരിക്കില്ലേ? അത് ശരിയാ സാറേ, പക്ഷെ ചേച്ചി പറഞ്ഞ പോലെ ഇരുട്ടത്ത് താടിയുള്ള ഒരാളുടെ രൂപം അത് ഞാനും കണ്ടതാ. ഓക്കെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ദൈവം നിങ്ങൾക്ക് കൃത്യസമയത്തൊരു വഴി കാണിച്ചു തന്നല്ലോ. എനിക്കെന്തായാലും വീട് ഇഷ്ടപ്പെട്ടു. ഓക്കെ ലുനോസി, ഞാൻ ആ ബോസിനെ ഒന്ന് വിളിച്ചിട്ട് വരാം. എന്തായാലും തോന്നി കാര്യം സംസാരിച്ചിട്ട് വരാം. ചേട്ടാ ഞാനൊന്നു ഈ റൂം നിങ്ങൾ എക്സ്ട്രാ എടുത്താണോ? അല്ല സാർ, അത് വീട് പണിതപ്പോഴേ ഉള്ളതാ. അച്ഛനും അവനും എവിടെയാ കിടക്കുന്നത്. ഓ, അപ്പോൾ ഇതാണ് അവളുടെ റൂം. ഈ നാട്ടിൽ ഇത്രയും നല്ല വീട് വേറെ ഉണ്ടാവില്ല. എന്റെ വീട് പോലും ഇത്രയുമല്ല. അതിനെപ്പറ്റി സാറ് പേടിക്കണ്ട. ഞാൻ എന്തായാലും കണ്ടു വരാം. അതെ പീറ്റേട്ടാ, ബോസ് വാക്കി പറഞ്ഞു. ബോസ് വാക്കിയുണ്ട്. നമുക്ക് ആ പുറത്തുള്ള സ്ഥലത്ത് കണ്ടിട്ട് വരും. പിന്നെന്താ, അവിടുന്ന് കണ്ടാലൊന്നും ഓക്കെ കണ്ടിട്ട് അല്ലേ കാണേണ്ടത്. ശിവേട്ടനെ വിളിച്ച് പറ, നാളെ തന്നെ സാധനം എത്തിക്കാം. ഇനി അധികം ലേറ്റ് ആക്കണ്ട.
പോസിറ്റീവ് എനർജിയാ സാറേ. അതെ, കണ്ടല്ലോ, ആ റൂമിലാണ് സാധനം ഇരിക്കുന്നത്. ഇന്ന് രാത്രി നമുക്കത് പൊക്കണം. ഓക്കെ? ആരും അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ബ്രാഞ്ച് അണ്ണാ. ആരാ അത്? സാറേ ഇതാണ് നമ്മുടെ സ്ഥലം. ഇതാണ് സ്ഥലം. അവിടുന്ന് ആ കാണുന്ന ഇതുണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങനെ അതങ്ങനെ കറങ്ങി ഇതങ്ങനെ ഇത് മൊത്തം കാടാണല്ലോ, മൊത്തം വെട്ടിവെളുപ്പിക്കേണ്ടി വരും അല്ലേ? അതിനിപ്പോ എന്താ സാറേ, കാട് വെട്ടാനൊക്കെ ഇഷ്ടം പോലെ ഭായിമാരുണ്ട്, മെഷീനും ഉണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പൈസ എങ്ങനെ തന്നാ മതി. എന്തൊരു ആവേശം! ജീവിച്ചു പോണ്ടേ സാറേ. കൊച്ചുങ്ങള് മൂന്നാ വീട്ടിലോട്ടോ? എന്തോ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോയി നമ്മള് ഇവിടെത്തും. ഇവിടെ നമ്മൾ നേരെ പോകുമ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ. ബസ് സ്റ്റോപ്പ് അങ്ങോട്ടാ ഇത് ചെന്ന് കയറണം, ഈ വഴി. ആണല്ലേ? അപ്പൊ നമ്മൾ ചുറ്റിയാണോ വന്നത്? കുറച്ച് നമുക്ക് സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് ഇതിലൂടെ ഒക്കെ രണ്ടുണ്ട്, ഈസി ആവില്ല. പക്ഷെ അത് ചെറിയ പ്രോബ്ലം ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മതിലുണ്ട്, ഒരു വലിയ മതിലുണ്ട്. അത് പൊളിക്കേണ്ട വരും. മതിലല്ലേ? പൊളിക്കാ, കുഴപ്പമില്ല, നമുക്കിവിടെ വെക്കാലോ. പൊളിച്ച് കുറച്ചുകൂടി ഈസി ആയിരിക്കും ആൾക്കാർക്ക് വരാനായിട്ട്. അത് വേണം ചെയ്യാം. അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തോളാം. ഒന്നുമില്ല, അറിയണമെന്നില്ല. ഓടിക്കോടാ. ആരാ ഓടണേ? അവനല്ലേ ഇത്? ആരാന്നറിയില്ല, 3 പേര് അങ്ങോട്ട് ഓടിക്കും. വല്ല കള്ളന്മാരാണോ പീറ്ററേട്ടാ? ഏയ് കള്ളന്മാരൊന്നും ആവില്ല, വല്ല മൂത്രമൊഴിക്കാനും വന്നതായിരിക്കും. അല്ല, ഇങ്ങനെയാണ് നമ്മളെങ്ങനെ വിശ്വസിച്ച് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങും? എന്ത് വിശ്വസിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും? മൊത്തം കള്ളന്മാരല്ലേ? ഏയ് കള്ളന്മാരൊന്നും ആവില്ല സാറേ. അതാ അപ്പുറത്തെ കാട്ടിൽ പണിക്ക് വന്ന ബംഗാളികളായിരിക്കും. അത് വിടുന്ന്, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാ. 3 പേര്. സാറേ ഇതിൽ നിൽക്കുന്ന തടികള് തന്നെ എത്ര ലക്ഷം രൂപയുടെ ഉരുപ്പൊടികൾ ഉണ്ടെന്ന് അറിയാമോ? പിന്നെ സാറേ നിങ്ങൾക്ക് ഒരു ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? ഇത് ആ കിണറിലുണ്ടോ, എത്ര കടുത്ത വേനൽ വന്നാലും ശരി അതില് വെള്ളം പറ്റൂല. വെള്ളം പറ്റൂല? എത്ര വലിയ വേനൽക്കും അതിൽ ധാരാളം വെള്ളമുണ്ട്. എൻ്റെയൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ പോയി കിണറിൽ വെള്ളം ചോർന്നുകൊണ്ട് വന്നു. ഇത് ആ ഒരു കാര്യത്തിൽ ഈ പ്രദേശത്ത് ഏറ്റവും വലിയൊരു ഗുണമാണ് നമുക്കത്. നല്ലൊരു കാര്യമല്ലേ? അത് തന്നെയല്ല സാർ, നിങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താവശ്യത്തിനും നിങ്ങളുടെ വിളിപ്പുറത്ത് ഈ ഞാനുണ്ട്. ഈ നാട്ടുകാരുടെ എന്താവശ്യത്തിനും എന്നല്ലേ വിളിക്കുന്ന. എന്തിനും ഏതിനും പീറ്ററേട്ടൻ. സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇഷ്ടായോന്നോ? ഇത്രയും നല്ല സ്ഥലം കണ്ടിട്ട് ഇഷ്ടാവാത്ത ആരാ ഉള്ളത്? അല്ല സാറേ, കൊള്ളാം. എന്നാലും നമുക്ക് വാങ്ങാല്ലേ? സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എഗ്രിമെന്റ് നമുക്ക് അടുത്തായിട്ട് കാണും. അതാണ് അതിന്റെ ഒരു സമയം. പ്രത്യേകിച്ച് നിങ്ങളുടെ കാർന്നമാരായാലും വേണം. അതൊരു നല്ല കാര്യം നടക്കുമ്പോൾ അവരോട് വേണമല്ലോ. അതാണ് അതിന്റെ ഒരു നല്ലത്. അത്ര അങ്ങോട്ട് പോണോ? അല്ല, അതാ നല്ലത്. അടുത്തായിട്ട് കാണാം. പിന്നെ എമൗണ്ട് ബ്രോക്കർ മേടിക്കണ്ട. ഇതിനോട് ചോദിച്ചിട്ട് എമൗണ്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞാൽ മതി. അത് മതി, അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ? എന്നാ ശരി, അങ്ങനെ ആവട്ടെ. അത് മതി, അത് നല്ലത്. അവരും വേണം, അതാണ് അതിന്റെ ഒരു, അതാണ് നല്ലത്. കടന്മാരും ഓക്കെ. അപ്പൊ നമുക്ക് ഇറങ്ങാം. എന്നാ പോയേക്കാം. പിടിക്കണ്ട, എന്നാലും റെഡിയോ. ഓക്കെ.
ഇത് ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ വിറ്റ് കൊടുത്ത സാറേ, അറിയാമോ? കേറാം നമുക്ക്, കേറാം. സാറേ ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിച്ചു. സാറേ നിങ്ങൾ എന്തായാലും ഈ സ്ഥലം വാങ്ങുന്നത് ഉറപ്പല്ല? എന്തായാലും ഉറപ്പില്ല, ഞങ്ങൾ എന്തായാലും വാക്ക് പറ്റില്ല. ഉറപ്പല്ല. പിന്നെ അപ്പൊ ഒരു വാക്കായിട്ട് നോക്കിയാൽ ഒരു വാക്ക് മാറില്ല, അതെന്റെ ഗ്യാരണ്ടി. കാരണം ആവശ്യം അവരുടെ അല്ലേ, ചെറുക്കിന് വിദേശത്തേക്ക് പോകണ്ടേ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക്. അപ്പൊ അവരെന്തായാലും വാക്ക് മാറില്ല, അത് ഉറപ്പ്. അതിന് ഞാൻ ഗ്യാരണ്ടി. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തായാലും ഇവിടെ റിസോർട്ട് പണിയും, മസാജിങ് സെന്ററും തുടങ്ങും, ഉറപ്പല്ലേ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ആദ്യത്തെ മസാജ് ഞാൻ ചെയ്തോട്ടെ? ആദ്യത്തെ മാത്രം ആക്കണ്ട, അവർക്ക് ബോറടിക്കും വ്യക്തവും ചെയ്യും. പോരെ, ഹാപ്പിയല്ലേ? ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നെയാണല്ലോ സാർമാരെ തന്നത്. സാറേ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി ചോദിച്ചത്. ചോദിക്കും. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നോ എന്ന് പറയരുത്. എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇന്നത്തെ ഭക്ഷണം എന്റെ വീട്ടിൽ. അയ്യോ അതുകൊണ്ടാ അങ്ങനെ കഴിക്കണ്ട. അല്ല ഞങ്ങള് കഴിച്ചോ, അങ്ങനെ പറയരുത്. അല്ല പ്ലീസ്, ഇത് എന്റെ ഒരു ആഗ്രഹമാണ്. പറയരുത് പ്ലീസ്. വേറെ ഒന്നും എന്നോട് മറുത്ത് പറയരുത് പ്ലീസ്. ഇന്നത്തെ ഭക്ഷണം എന്റെ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കും. അവിടെ നിന്ന് എന്നാ പോവാ. നീ കാര്യം പെട്ടെന്നേ ആ ഫ്രിഡ്ജിൽ ഇങ്ങനെ കരിമീനെടുത്തൊന്ന് പൊള്ളിച്ചെടുത്തു. ആ പിന്നെ കോഴി താറാവ് കറി റെഡിയായില്ലേ? ഞങ്ങളിതേ ഇവിടെ നിന്ന് പോരുക. ഓക്കെ, ശരി. ഇന്ന് രാത്രി തന്നെ അവസാനം നമുക്ക് അവിടെ നിന്ന് എടുക്കണം. അധികം വെച്ച് നീട്ടണ്ട. പക്ഷേ റൂമിൻ്റെ അകത്തല്ലേ, നമ്മളെങ്ങനെ അവിടെ കയറി എടുക്കും? അകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയോ, പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമുക്ക് ഈ പ്രാവശ്യം അബദ്ധം പറ്റരുത്, അങ്ങനെ പാടില്ല. ഓക്കെ, നാളത്തേക്ക് വെച്ചാൽ അവർ ആ വാതിൽ ശരിയാക്കും. ഈ രാത്രി നമുക്കുള്ളതാ, അതവിടെ നിന്ന് പൊക്കിയിരിക്കും. അതിൻ്റെ പോക്കറ്റിലുണ്ട്. നിൽക്കവിടെ.
അനങ്ങി പോരുത്, പൊട്ടിക്കും ഞാൻ. പൈനാപ്പിളാ? വേറെ എന്തൊക്കെ എടുത്തിട്ടുണ്ടോ ഇവിടുന്ന്? എന്താ നിനക്കൊന്നും മിണ്ടാല്ലേ? വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എന്താടാ നിന്റെ അരയില്? എന്തിനാടാ അത്? ഒരെണ്ണത്തിന് 5 രൂപ, അതാ എടുത്തത്. അവന്റെ ഒക്കെ ഒരു അടക്കയും പൈനാപ്പിളും. എന്റെ ഒന്നുമില്ല. നീ നേരത്തെ വരുവാടാ? അല്ല, പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നേ, അതുകൊണ്ടാ. ഇവിടെ ഇരുന്ന് സ്വർണ്ണമൊക്കെ എവിടെടാ? എൻ്റെ പിന്നെ പെങ്ങളെ, ഞങ്ങൾ സ്വർണ്ണമൊന്നും എടുക്കില്ല. സ്വർണ്ണം എന്ന് കേട്ടാലേ തലയിറങ്ങും. ഞങ്ങൾ ഈ വക തേങ്ങയും മാങ്ങയും കായൊക്കെ എടുക്കുള്ളൂ. ഇതെടുത്ത് ശിവചേട്ടനെ കൊടുത്താലാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. നീക്കലടാ ഈ പറമ്പിൽ കിടന്ന് രാവിലെ കറങ്ങിയത്? അതെ, അത് ഞങ്ങളാണ്. പക്ഷെ ഞങ്ങളെ പ്രാഞ്ചേട്ടനെ വിളിച്ച് കാണിച്ചത്. കാണിച്ചത് അതിപ്പോ പറയടാ. പിന്നെ അത് ഞാൻ വേണ്ട, ഞാൻ പറയാം. ഞങ്ങളെ കാണിച്ചത് ഒരു വാഴക്കൊലയായിരുന്നു. അത് ഞങ്ങൾ കണ്ടതും അതെങ്ങനെയെങ്കിലും എടുക്കണമെന്നായിരുന്നു. അപ്പോഴാണ് ആ വാതിൽ കംപ്ലൈൻ്റ് ആണെന്ന് കേട്ടത്. പിന്നൊന്നും നോക്കിയില്ല, എടുത്തു. അത്രേ ഞങ്ങൾ ചെയ്തുള്ളൂ. ഈ കൊലയാണ് സത്യം. ചേച്ചി, പോലീസിനെ വിളിക്ക്. അയ്യോ പെങ്ങളെ, പോലീസിനെ ഒന്നും വിളിക്കല്ലേ. ഒരു കിലോ സ്വർണ്ണം കണ്ടപ്പോൾ ഞങ്ങൾ എടുക്കില്ല. ഇതൊക്കെ ഞങ്ങൾ എടുക്കത്തുള്ളൂ. ഇതേ കണ്ടില്ലേ? ഹലോ പീറ്ററേട്ടാ. മോളെ, ആ സ്ഥലം നോക്കാൻ വന്നവർ വിശ്വസിക്കരുത്. അവന്മാര് പെരും കള്ളന്മാരാ. എന്റെ വീട്ടിൽ വന്നിട്ട് മൂക്കുമുട്ട തിന്നിട്ട് എന്റെ ഭാര്യയുടെ മാലയും അടിച്ചുകൊണ്ട് പോയി. ഞാൻ നാളെ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. അല്ല മോളെ, എനിക്കിപ്പോ ബലമായൊരു സംശയം. അന്ന് നിന്റെ ചേട്ടന്റെ വീട്ടിൽ കയറിയതും ഇവന്മാര് തന്നെ ആയിരിക്കുമോ? അല്ലല്ല, നമ്മളെ ഈ കണ്ട സ്ഥലങ്ങളൊക്കെ എഴുതണേ. 99 മലയാറ്റൂർ. പിന്നേട്ടാ വെള്ളം കുടിച്ചിട്ട്. വിനോജി, ഈ വെള്ളം എന്തെങ്കിലും ഉണ്ടാവും? നോക്കാം. നമ്മൾ അന്ന് കയറിയത് ആ വീട്ടിലാണ്. രണ്ടുകൂടെ അപ്പുറത്താണ്. ആ ബ്രോക്കർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അയാളൊരു പൊട്ടരാ. പിന്നെ അത്ര പെട്ടെന്ന് അങ്ങനെ പിടിക്കില്ലല്ലോ. അതെ. റെഡി? വാ. പുറകിലെ വാതില് കംപ്ലൈന്റ് ആണ്. സാറേ, ഒരു മിനിറ്റ്. അതെ, വാതിൽ കംപ്ലൈൻറ്റോ, ഇന്ന് രാത്രി തന്നെ കയറണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഭയങ്കര കള്ളന്റെ ശല്യമാണ് നാട്ടുകാർ പറഞ്ഞിട്ടല്ലോ. മോഷണം പോയേനെ. ചേട്ടത്തിയുടെ കുറച്ച് സ്വർണം പിടിക്കുന്ന ഇട്ടിട്ട് ഓടിക്കണം. ചേട്ടന്റെ വീട് പണി നടക്കും. അപ്പൊ അവിടെ അറച്ചുറപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് കള്ളന്മാർക്ക് എളുപ്പമാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ സ്വർണം സൂക്ഷിക്കുന്നത് എന്റെ റൂമിലാണ്. ഈ റൂം നിങ്ങൾ എക്സ്ട്രാ ഇട്ടാണോ? അല്ല സാർ, അത് വീട് പണിതപ്പോഴേ ഉള്ളതാ. അച്ഛനും അവനും എവിടെയാ കിടക്കുന്നത്. ഓ, ഇതാണ് അവളുടെ റൂം. ഇവിടെയാണ് സ്വർണം. വീട്ടിലോട്ടോ എന്തോ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോയിക്കാൻ നമ്മള് എങ്ങോട്ടെത്തും. പക്ഷെ അവിടെ ചെറിയ പ്രോബ്ലം ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മതിലുണ്ട്, ഒരു വലിയ മതിലുണ്ട്. ഓ, മതിലുണ്ടല്ലേ. സാർ, ഒരു മിനിറ്റ്. ഇന്നത്തെ ഭക്ഷണം അങ്ങനെ പ്ലീസ്, ഇതെന്റെ ഒരു ആഗ്രഹം. ഓക്കെ, കഴിക്കാം. വാ.
ഇതിൽ നമ്മളെ ബ്രോക്കറിന്റെ കുട്ടിയെടുത്ത് മാല എന്ത്? അല്ല, അവര് രണ്ടുപേരിലുണ്ടായിരുന്നുള്ളൂ. അല്ല, അവർ 3 പേരുണ്ട്. നമ്മളന്ന് കണ്ട ആ താടിയുള്ള ആള്, അതാണ് ആ 3-ാമൻ. അപ്പൊ ഇങ്ങനെ സെഞ്ചുറി അടിക്കല്ലേ? Get ready. ലെറ്റ്സ് ഗോ. ആ ഈ നമുക്കൊരു പന്നിഫാം കൊടുക്കാല്ലേ? അവിടെ ശരിയായിരുന്നു. നമുക്ക് ഇവിടെ വന്നാൽ മതി. അവിടെ ഉണ്ട്. ഈ ഭാഗത്തോ? അവിടെ കോഴിഫാം. സാറന്മാരെ ഫാം മാത്രമല്ല, ഒരു റിസോർട്ടിൽ പണിയുള്ള ഏരിയ ഉണ്ട്. ആ നൈസ്, നല്ല കാര്യം. നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞ? എന്റെ പേര് അമ്പി. ബിജോയ്.